ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്ക് മത്സരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് 4 തവണ ജയിച്ചു എന്നെ മിനിസ്റ്ററാക്കി എനിക്ക് ചെയ്യാവുന്ന ചെയ്ത് ജനങ്ങളെ കാണിച്ചു കൊടുത്തില്ലേ. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. എനിക്ക് ആ ശമ്പളം മാത്രം അത് എല്ലാവർക്കും കിട്ടുന്നത് എനിക്കും കിട്ടും. അല്ലാതെ ഞാനൊന്നും സമ്പാദിച്ചില്ലല്ലോ. സ്വന്തങ്ങൾക്കും ബന്ധുക്കൾക്കൊന്നും അവസരത്തിൽ എവിടെയും ജോലിയൊന്നും കൊടുത്ത് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പല നേതാക്കളും പല കാര്യങ്ങൾ അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ അത് വർഗീയ പരാമർശങ്ങളായി മാറുന്നു, വിവാദങ്ങളായി മാറുന്നു, പാർട്ടിയെ വിട്ടിലാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു, പിന്നീട് ഖേദം പ്രകടിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി മുതിർന്ന നേതാക്കൾ കാര്യങ്ങളെ സമീപിക്കേണ്ടതില്ലേ? പാർട്ടിക്ക് ദോഷമായോ സമൂഹത്തിന് ദോഷമായോ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന വാക്കുകൾ ആരെന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ വിളഞ്ഞല്ല പഴുത്തതെന്ന് കരുതിയാൽ മതി. വിളയാതെ പഴുത്തതാണ്. എന്തായാലും ആരായാലും അതേ പറയാൻ പറ്റും. ആരും വിഷമിച്ചിട്ട് കാര്യമില്ല. സ്വയം ഉള്ളിലോട്ട് നോക്കട്ടെ. ഞാൻ ഈ പോസ്റ്റ് വരെ വരാൻ യോഗ്യതയാണ്. ആണെങ്കിൽ ആ യോഗ്യത നിലനിർത്തണ്ടേ. ഇതല്ല വേറെ ഒന്നും ആരെപ്പറ്റി എനിക്ക് പറയാനില്ല. പഠിച്ചതേ പാടൂ. പഠിച്ചത് എവിടെ പോയാലും പാടും. അത്രേ പറയുന്നുള്ളൂ.